ധന്യേ, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായി BJPക്ക് പിന്നിൽ അണിനിരക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഏറ്റവും പുതുതായിട്ട് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അവിടെ ഡൽഹി സംസ്ഥാനത്തെ മുസ്ലിങ്ങൾ വലിയ തോതിൽ BJPക്ക് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു പ്രചാരണം വലിയ തോതിൽ രാജ്യത്ത് നടക്കുന്നുണ്ട്. മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? പ്രശാന്തേട്ടൻ പറഞ്ഞത് വലിയ ഒരു എന്താ പറയുക, നമ്മളൊക്കെ നമ്മളെന്നല്ല BJP ത്രില്ലടിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും BJPക്ക് ഒരു കൈ അകലമാണ്. മുസ്ലിങ്ങൾ ഒരിക്കലും BJPക്കൊപ്പം നിൽക്കില്ല. അതെ, ഒരു BJPയെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ്, അല്ലെങ്കിൽ BJPക്ക് മുസ്ലിം വിരുദ്ധതയുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ ഒരിക്കലും മുസ്ലിങ്ങളുടെ വോട്ടൊന്നും BJPക്ക് കിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ചവർക്കിടയിലേക്കാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ അധ്യക്ഷനായ സാജിദ് റാഷിദി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഈ ഡൽഹി നടന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ BJPക്കാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ അധ്യക്ഷൻ തന്നെ ഇക്കാര്യം പുറത്തു പറയുമ്പോൾ ഇവർ തമ്മിൽ നേരത്തെ തിരഞ്ഞെടുപ്പിന് മുൻപേ ഈ ഇമാംമാർ അതിലുള്ള ആളുകളൊക്കെ ചേർന്ന് ഒരു ചർച്ച എന്തായാലും നടക്കുമ്പോൾ ഇവർ തീർച്ചയായിട്ടും ഇത്തവണ നമുക്ക് BJPക്ക് വോട്ട് ചെയ്താൽ മതി എന്നൊരു നിലപാട് സ്വീകരിച്ചു കാണും. തീർച്ചയായിട്ടും അത് BJPയിൽ ഡൽഹിയിൽ വലിയ രീതിയിൽ BJPയെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ കോൺഗ്രസും ആം ആദ്മിയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ദില്ലിയിൽ പല സ്ഥലത്തു നിന്നും പല രാജ്യത്തു നിന്നുള്ള ആളുകളാണ് ദില്ലിയിൽ താമസിക്കുന്നത്. എപ്പോഴും ഒരേ തരത്തിലുള്ള ആളുകളല്ല. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു സ്ഥലത്ത് ആ പ്രദേശത്തുള്ള ആളുകൾ മാത്രമായിരിക്കാം ഒരു പരിധി വരെ താമസിക്കുന്നത്. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർ, ജോലിയുമായി ബന്ധപ്പെട്ട് വന്ന് താമസിക്കുന്നവർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് സ്ഥിരതാമസമാക്കിയവർ, അങ്ങനെ ഒരു വ്യത്യസ്തരായ മനുഷ്യരുടെ ഒരു മേഖലയായി ദില്ലി തലസ്ഥാനമാണ്. ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് ഡൽഹി എന്ന് പറയാം. അപ്പോൾ അവിടേക്ക് ഏകദേശം 27-30 വർഷത്തോളമായി BJPക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു തലസ്ഥാന നഗരമായി ദില്ലി മാറുന്ന സമയത്താണ് കോൺഗ്രസ് വന്നു. കോൺഗ്രസിന്റെ അഴിമതി കാരണം ഷീലാ ദീക്ഷിതൊക്കെ നല്ല മുഖ്യമന്ത്രിയായിരുന്നു, പക്ഷെ അഴിമതിയുടെ പേരിലൊക്കെ പിന്നീട് പലതവണ അവർ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ അരവിന്ദ് കെജ്രിവാൾ എത്തുന്നത്. പക്ഷേ കെജ്രിവാളിന്റെ തുടക്കത്തിലുള്ള നയങ്ങളൊക്കെ ജനങ്ങൾ അംഗീകരിച്ചു. പക്ഷെ പിന്നീട് കെജ്രിവാൾ ഇപ്പോൾ കക്കൂസ്, ടോയ്ലറ്റിന് വരെ എത്രയോ കോടിയാണ് അദ്ദേഹം ചിലവാക്കിയത് എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആളെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. 33 കോടി രൂപ ചെലവാക്കിയെന്നാണ് ഒരു മുഖ്യമന്ത്രി. അതെ, ഒരു മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലെ ഒരു മരപ്പട്ടി കയറിയപ്പോൾ അദ്ദേഹം ഇത്രയും കോടികൾ ചെലവാക്കിയ മരപ്പട്ടിയെ ഓട്ടിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡൽഹി മുഖ്യമന്ത്രി ഇത്രയും കോടികൾ ചിലവാക്കുന്നു, തുടക്കത്തിലുള്ള ആവേശമൊന്നും പിന്നീട് സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ മാത്രമേ കെജ്രിവാൾ ഉപയോഗിച്ചുള്ളൂ എന്നൊക്കെ പറയാം. കെജ്രിവാളിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ പലരും മാറി BJPയിലേക്കും കോൺഗ്രസിലേക്കും പോകുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടേക്കാണ് BJP കൃത്യമായ ആസൂത്രണത്തോടെ, നമുക്കറിയാം അമിത്ഷാ JP നദ്ദയും ചേർന്നാലുണ്ടാകുന്ന ഒരു തന്ത്രം ഏത് തരത്തിലാണ്. ഒപ്പം RSSന്റെ കൂടി ഒരു നീക്കം അതിലുണ്ടായാൽ ഡൽഹി എങ്ങനെയാണ് BJPയുടെ കയ്യിലെത്തുക എന്നുള്ളത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ പ്രാപ്തിയുള്ളവരാണ് രണ്ടുപേരും. തീർച്ചയായിട്ടും ഇതിപ്പോൾ പറയുമ്പോൾ വിചാരിക്കും നമ്മൾ സംഘികളാണ്, നമ്മൾ BJP. ഒരിക്കലും അല്ല. സത്യത്തിന്റെ മുഖം ചിലപ്പോൾ വികൃതമായിരിക്കും, പക്ഷെ എങ്കിൽ പോലും അത് തുറന്നു പറയേണ്ടത് മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ നമ്മുടെ ഒരു കടമയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഡൽഹിയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഉണ്ടാകുമായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് കോൺഗ്രസിന് വരാൻ കഴിയില്ല എന്ന് ചിന്തിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടിക്കപ്പുറം സ്ഥാനമാനങ്ങൾക്ക് മാത്രമാണ് കോൺഗ്രസ് എപ്പോഴും വില കൽപ്പിക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. സ്ഥാനമാനങ്ങൾക്കപ്പുറം ഒരു രാജ്യത്തെ വളർത്തണമെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അല്ലെങ്കിൽ പാർട്ടിയിലെ അണികളെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് പാർട്ടിയെ വളർത്തണമെന്നുമൊന്നും ഒരിക്കലും കോൺഗ്രസിന് താല്പര്യമില്ല. ഇല്ല, അവരുടെ അജണ്ട, രാഹുൽ ഗാന്ധിയുടെ അജണ്ട എങ്ങനെയും ഭാവി പ്രധാനമന്ത്രിയാകുക, അതിനുവേണ്ടിയുള്ള കരിനീക്കങ്ങൾ അദ്ദേഹം കുറെ കാലം കൊണ്ട് നടത്തുന്നു. അത് വിജയിക്കാത്ത എന്തെന്ന് പോലും അദ്ദേഹം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് BJPയിലേക്ക് വരാം. അപ്പോൾ ഈ മുസ്ലിം ഇമാംസ് കൗൺസിലിൻ്റെ കാര്യം ഇപ്പോൾ ധന്യ പറഞ്ഞു. ധന്യ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇമാംസ് കൗൺസിലിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യുകയും അവർ തീരുമാനമെടുത്ത് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുമാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഓൾ ഇമാം അസോസിയേഷൻ
അധ്യക്ഷൻ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല ഈ തീരുമാനം എടുത്തിട്ടുണ്ടാവുക. ഒരു ഇമാം കൂട്ടായ ഒരു തീരുമാനം. അപ്പോൾ തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ ഇമാമാണ്. അപ്പോൾ ഡൽഹിയിലുള്ള മറ്റ് ഇമാമുകളോട് അല്ലെങ്കിൽ മറ്റ് പള്ളികളിലെ അല്ലെങ്കിൽ മറ്റ് ഈ സമുദായത്തിലുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും, ഇത്തവണ രാജ്യത്തിൻ്റെ വികസനം അല്ലെങ്കിൽ തലസ്ഥാനത്തിൻ്റെ വികസനം BJPയുടെ കൈകളിലൂടെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത്തവണ BJPയെ വിജയിപ്പിക്കാൻ അവർക്കൊപ്പം നിൽക്കണം. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഡൽഹിയിൽ ഒവൈസിയുടെ പാർട്ടിയൊക്കെ ഉണ്ട്. വലിയ വെല്ലുവിളിയാണ് അവർ ഉയർത്തിയിരുന്നത്. അവരെ എല്ലാം പിന്നെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ട് BJPക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളത് സത്യത്തിലൊരു ഞെട്ടിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ്. തീർച്ചയായിട്ടും. കാരണം ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു മുസ്ലിം യുവതിയോട് ചോദിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നിങ്ങൾ ഇത്തവണ BJPക്ക് ഞാൻ വോട്ട് ചെയ്യും, അപ്പോൾ എന്തിനാണ് നിങ്ങൾ മുസ്ലിമായ നിങ്ങൾ എന്തിനാണ് BJPക്ക് വോട്ട് ചെയ്യുന്നത് എന്നാണ് ആ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത്. അതെ, കുത്തിത്തിരിപ്പാണ്. മുസ്ലിമായ നിങ്ങൾ ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അതെന്തിനാണ്? അതെ, അപ്പൊ നിങ്ങൾ എന്തിനാണ് BJPക്ക് മുസ്ലിമാണ് നിങ്ങൾക്ക് എന്തിനാണ് BJPക്ക് വോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അവർ പറയുന്നത് ബുദ്ധിയുള്ളവർ, നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവർ, ബുദ്ധിയുള്ളവർ BJPക്ക് വോട്ട് ചെയ്യും. കാരണം BJP വന്നാലേ ഇവിടെ കൃത്യമായി വികസനം നടക്കൂ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ, മറ്റുള്ളവർ പറഞ്ഞിട്ട് പോകുന്നത് BJP പ്രാവർത്തികമാക്കും എന്നാണ് ആ യുവതി പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ BJPക്ക് വലിയ സപ്പോർട്ടാണ്. ഞാൻ കേരളത്തിലെ കാര്യമല്ല, കേരളത്തിൽ ഇപ്പോഴും മുസ്ലിങ്ങൾ BJP ഒരു കൈ അകലത്തിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. കാരണം അതിന് കാരണമുണ്ട്, അവർക്ക് അവരുടേതായ, നമുക്ക് അവരെ തെറ്റു പറയാനും കഴിയില്ല. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിലെ BJP എത്രത്തോളം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് നമുക്ക് ഒരു അബ്ദുള്ള കുട്ടിക്ക് ഒരു സ്ഥാനം നൽകിയെന്ന് പറഞ്ഞ് ഒരു അബ്ദുള്ള കുട്ടി BJPയിലേക്ക് ചേക്കേറിയെന്ന് പറഞ്ഞ് BJPയോടൊപ്പം മുസ്ലിങ്ങൾ നിൽക്കണമെന്നില്ല. അപ്പോൾ കേന്ദ്രത്തിൽ മോദി സർക്കാർ മുത്തലാഖ് പോലുള്ള നിയമ ഭേദഗതി അല്ലെങ്കിൽ ബില്ലുകൾ കൊണ്ടുവരുന്നു, CAA പോലുള്ള നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നു. അപ്പം ഇത്തരത്തിൽ കുറച്ചുകൂടി കൂടുതൽ ചിന്തിക്കാനും BJPയോടൊപ്പം അടുക്കാനും കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഇത്തവണ BJP 34 മുതൽ 44 സീറ്റ് വരെ നേടും എന്ന് കൃത്യമായി പ്രവചനം നടത്തിയിട്ടുണ്ടല്ലോ. എക്സിറ്റ് പോളുകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, പക്ഷെ എങ്കിൽ പോലും ഹരിയാനയിൽ തീർച്ചയായിട്ടും, കാരണം ഒരു ചിത്രത്തിൽ പോലും കോൺഗ്രസ് ഇല്ല. ആം ആദ്മിക്ക് ഏറ്റവും കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് BJP എന്ന് പറയുമ്പോൾ എന്തായാലും അത് താഴോട്ട് പോകാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ തന്നെ, ഈ നമ്മുടെ ബജറ്റ്, കേന്ദ്ര ബജറ്റും ഈ മുസ്ലിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രശാന്ത് ഏട്ടാ, നിർമ്മലാ സീതാരാമന്റെ ബജറ്റിനെ കേരളത്തിന് എന്ത് നൽകി എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കേരളത്തിന് കൈയിട്ട് വാരാനൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തവണത്തെ ബജറ്റിൽ തൽക്കാലം കേരളം കൈയിട്ട് വാരണ്ട എന്നുള്ളതാണ്. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബില്ലുകളൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താൻ പണം മാറ്റിവെച്ചിട്ടുണ്ടോ ആ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി അവർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എവിടെയും ശൗചാലയം, അത് കേരളത്തിൽ പലരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്ഷേപിച്ച ഒരു കാര്യമാണ്. എവിടെയും എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിന് പുറത്തു പോകണം, നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ നമ്മൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സ്ത്രീകൾ റെയിൽവേ ട്രാക്കിലും പിന്നെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ പോയിരുന്നാണ് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നടത്തി. ഇപ്പോൾ അതല്ല, ഉത്തരേന്ത്യ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ആകെ മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ ആ സ്ത്രീകൾ കണ്ട് മനസ്സിലാക്കി വരികയാണ്. ഇപ്പോൾ മുത്തലാഖ് എന്ന് പറഞ്ഞ് തലാഖ് എന്ന് പറഞ്ഞ് 3 തവണ ചൊല്ലിയിട്ട് പോയാൽ ക്രിമിനൽ കുറ്റമാണ്, അകത്താണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നത് ഇവരാണെന്നുള്ളത് കൃത്യമായി ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ ബുദ്ധിയുള്ളവർ എന്നാണ് പറയുന്നത്, തീവ്ര ഇസ്ലാമിസ്റ്റുകളല്ല, ബുദ്ധിയുള്ള ഇസ്ലാമുകൾക്ക് സാധാരണക്കാരായ ഇസ്ലാമുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയാണ് ഓൾ ഇന്ത്യ ഇമാമിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു അസോസിയേഷന്റെ അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരം ഒരു വാർത്ത വരുന്നത് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുകയാണ്. കാരണം മുസ്ലിങ്ങൾ BJPക്കൊപ്പമാണ്. എന്തായാലും നാളെ നേരം വെളുത്ത് ഒരു ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അറിയാം നമുക്ക് ഡൽഹിയിൽ എന്ത് സംഭവിച്ചു, ആര് ആർക്കൊപ്പം എന്നുള്ളത്. തീർച്ചയായിട്ടും.